അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, സൂറത്തു ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും അത് കബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ മൂസാ നബിയെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിരുന്നു ഫിർഔൻ. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന വാദമായിരുന്നു ഫിർഔൻ ഉണ്ടായിരുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം ആണെങ്കിലോ ഏകദൈവ വിശ്വാസത്തിൽ രൂഢമൂലമായ വിശ്വാസവും പ്രവർത്തനവും പ്രവാചകനും കൂടെയാണ് മൂസാ നബി. ആ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മൂസാ നബി അലൈഹി ഇസ്ലാം മൂസാ നബിയും അനുയായികളും അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെങ്കടൽ കടന്നു പോകുന്നതിന് അള്ളാഹു സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? വൈദ് ഫറഖിന ബിക്കുമുൽ ബഹ്റ വദ്കുറു, നിങ്ങൾ ഓർക്കണം, ഇത് ഫലഖിന ബിക്കും ബിസബബിക്കും, നിങ്ങളുടെ കാരണം കൊണ്ട്, അൽ ബഹ്റ കടലിനെ നമ്മൾ വിഭജിച്ച സമയത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തു നോക്കണം. ഹത്താ ദഖൽതുമൂഹു ഹാരിബീന മിൻ അദുവിക്കും, നിങ്ങളുടെ ശത്രുവിങ്കിൽ നിന്ന് നിങ്ങൾ ഓടി അതിൽ പ്രവേശിച്ച ആ സമയം കടൽ രണ്ട് പിളർപ്പാട്ട് മാറ്റി നിർത്തി. ആ പിളർപ്പിൻ്റെ ഇടയിൽ കൂടി മൂസാ നബിയും അനുയായികളും അക്കരയ്ക്ക് കടക്കാൻ വേണ്ടി അവർ കടന്നു. അങ്ങനെ ആ സന്ദർഭത്തെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? മൂസാ നബിയും അനുയായികളും അപ്പുറത്ത് കടന്നു എന്നുറപ്പായപ്പോൾ വഅഗ്റഖ്ന ആല ഫിർഔന ഖൗമഹു മഅഹു, ഫിർഔനോടൊപ്പം അവനെയും അവരുടെ അനുയായികളെയും നമ്മൾ മുക്കിക്കൊന്നുകളഞ്ഞു ബഹറിൽ. വഅൻതും തൻദുറൂൻ, നിങ്ങളിത് നോക്കി നിൽക്കുന്നവരാണ്, കാണുന്നവരാണ്. ഇലാ ഇദ്ബാഖിൽ ബഹരി അലൈഹിം, മൂസാ നബിയും അനുയായികളും എന്ത് ചെയ്തു? കടലും രണ്ട് ഭാഗമായിട്ട് മുറിച്ച് മതിലുകൾ പോലെ നിർത്തി. അതിനിടയിൽ കൂടി മൂസാ നബിയും അനുയായികളും അക്കരയിൽ പ്രവേശിച്ച സമയത്ത് ഫിറഔനും കൂട്ടരും കരുതി നമുക്കും ഇതിൽ കൂടി വീണ്ടും അവരാക്രമിക്കാൻ വേണ്ടി അക്കരയിലേക്ക് പ്രവേശിക്കാം. കടലിനെ രണ്ട് പുറമാക്കി നിർത്തിയിരിക്കുകയില്ലേ, നമ്മൾക്കും അവരോടൊപ്പം പോയി കളയാമെന്ന് കരുതി അവരൊന്നടങ്കം ഈ ബഹറിലേക്ക് ഇറങ്ങി, നദിയിലേക്ക് ഇറങ്ങി. ആ നദിയിലേക്ക് ഇറങ്ങി അവരെല്ലാവരും ആ നദിയുടെ ഉള്ളിൽ ആയി എന്ന് മനസ്സിലാക്കിയപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? വഅഗ്റഖ്ന ആല ഫിർഔന, അവനെയും ഫിർഔനെയും അവൻ്റെ അനുയായികളെയും മുക്കിക്കളഞ്ഞു. വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ അക്കരെ നിന്നുകൊണ്ട് ഇത് കാണുന്നുണ്ട്. നിങ്ങൾ അക്കരെ എത്തി, രക്ഷപ്പെടാനുള്ള മാർഗം കിട്ടിയല്ലോ എന്ന് കരുതി അങ്ങനെ നോക്കി നിൽക്കവേ ഫിറഔനും കൂട്ടരും വന്നു ഇതേപോലെ ഈ ബഹറിൽ ഇറങ്ങി. അങ്ങനെ അവരെല്ലാവരും അതിലകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? അവരൊന്നാട്ട് ബഹറിൽ മുക്കിക്കൊന്നുകളഞ്ഞു. ആ ഫിറഔന്റെ ജഡം മമ്മി ഇന്നും മ്യൂസിയത്തിൽ, ഈജിപ്തിലുള്ള മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു വേറെ ആയത്തിൽ പറയുന്നുണ്ട്, അവനെ ഖിയാമത്ത് നാൾ വരെയുള്ള ആൾക്കാർ കാണുന്നതിന് വേണ്ടി അവനെ നാം ശേഷിപ്പിക്കുമെന്ന് അള്ളാഹു മറ്റൊരായത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫിറഔനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി അവൻ എങ്ങനെയുള്ളവനായിരുന്നു, എന്തെല്ലാം ദ്രോഹങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്കും അനുയായികൾക്കും അവൻ ചെയ്തിട്ടുണ്ട്, എത്ര ആൺകുട്ടികളെയാണ് അവൻ കൊന്നു കളഞ്ഞിരിക്കുന്നത് എന്നുള്ള ചരിത്രങ്ങൾ ജീവിതത്തിൽ പിന്നീട് വരുന്ന ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി
ആ ഫിറഔനെ അള്ളാഹു ഇന്നും അവശേഷിപ്പിച്ചിരിക്കുന്നു മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി. അപ്പൊ ഇതൊക്കെ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ മേൽ ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. وَإِذْ وَاعَدْنَا مُوسَىٰ 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. وَإِذْ وَاعَدْنَا مُوسَىٰ 40 لَيْلَةً 60 രാവുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനിക്ക് നാം വാഗ്ദാനം ചെയ്തു. നുഅ്തിഹു ഇൻദ ഇന്ദിഖാഇഹ അത്തൗറാത്ത 40 ദിവസം നിങ്ങൾ അള്ളാഹുവിന്റെ ധ്യാനത്തിൽ കഴിയണം. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രവാചകത്വത്തിന്റെ അടയാളമായി നിങ്ങൾക്ക് തൗറാത്ത് നൽകും. അങ്ങനെ 40 രാവുകൾ രാത്രികൾ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹു വാഗ്ദാനം ചെയ്തു. അത് കഴിഞ്ഞു. തൗറാത്ത് അവർക്ക് നൽകി. ലിതഅമലൂ ബിഹ, ആ തൗറാത്ത് കൊണ്ട് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അമലുകൾ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല വാഗ്ദാനം നൽകി. അങ്ങനെ എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് പോയി. ഈ 40 ദിവസം ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി ഏകനായി ഇരിക്കുന്നതിന് വേണ്ടി അങ്ങനെ അവർ പോയപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് അവർ പോയപ്പോൾ എന്ത് ചെയ്തു? ഒരു പശുക്കുട്ടിയെ അവര് ഉണ്ടാക്കി. അല്ലദീ സാഹു ലക്കുമുസ് സാമിരിയു, സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ ഇലാഹൻ അവർക്ക് ഒരു ആരാധ്യ വസ്തുവാക്കിക്കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. മിൻ ബഅദിഹി ബഅദ ദഹാബിഹി ഇലാ മിഅദിന, നമ്മൾ മൂസാ നബിയോട് കൽപ്പിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയതിനു ശേഷം സാമിരി എന്ന് പറയുന്ന ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അവർക്ക് ആരാധ്യ വസ്തുവായിട്ട് കൊടുത്തു. അന്തും ളാലിമൂൻ, നിങ്ങൾ അക്രമികളാണ്. ബിത്തിഖാദിഹി, നിങ്ങൾ ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കിയതിന് വേണ്ടി ലിവളഇകുമുൽ ഇബാദത ഫീ ഗൈരി മഹല്ലിഹ, ആരാധനാ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത് സൃഷ്ടാവായ തമ്പുരാനാണ്. അത് ചെയ്യാതെ അതിന് വേറൊരു വസ്തുവിലേക്ക് നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്തത് അക്കാര്യത്തിൽ നിങ്ങൾ അക്രമികളാകുന്നു, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാകുന്നു, നിങ്ങൾ ളാലിമീങ്ങളാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം അവിടുന്ന് പോയതിനു ശേഷം അവർക്ക് സാമിനി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്താണ് ഇത് നിങ്ങളെ ആരാധിക്കാൻ വേണ്ടി ഒരു പശുക്കുട്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് സംഭവിച്ചു? മൂസാ നബി അലൈഹി ഇസ്ലാം ഇതൊക്കെ കഴിഞ്ഞു വന്നു. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. ثم عفونا عنكم മഹൗന ദുനൂബക്കും, നമ്മൾ നിങ്ങളുടെ പാവങ്ങളെയൊക്കെ നിങ്ങൾ മായിച്ചു കളഞ്ഞു, പുറത്തു വന്നു, അഫൂ ചെയ്തു. മിൻ ബഅദി ദാലിക അൽ ഇത്തിഖാദ്, ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിന് ആരാധനാ കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്തെങ്കിലും അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് നമ്മൾ അഫൂ നൽകി, വിടുതി തന്നു, നിങ്ങളുടെ പാപങ്ങളൊക്കെ നമ്മൾ മായിച്ചു കളഞ്ഞു, പുറത്തു. എന്തിന്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നമുക്ക് നന്ദി ചെയ്യുന്നവരാകുന്നതിന് വേണ്ടി. നിഅമത്തിനാ അലൈക്കും, നിങ്ങളുടെ മേൽ നാം ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുന്നവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നാം വിടുതി തന്നത്, വിട്ടുവീഴ്ച നൽകിയത്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കെതിരിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു. എന്നിട്ടും ആ സൃഷ്ടാവായ തമ്പുരാനെ നമ്മളെ പിടിച്ച് ശിക്ഷിക്കാൻ അവന് അർഹതയുണ്ട്. എന്നിട്ടും അവൻ നമ്മളെ പിടിച്ച് ശിക്ഷിക്കുന്നില്ല. എന്നാൽ നമ്മളൊരു വേള മനസ്സിലാക്കണം, ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു, എന്നാലും എൻ്റെ സൃഷ്ടാവ് എന്നെ പിടിച്ച് ശിക്ഷിക്കുകയോ എന്നെ ബുദ്ധിമുട്ടിക്കുകയോ ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളോ വിഷമങ്ങളോ നൽകുകയോ ചെയ്യുന്നില്ല. എന്നാൽ എന്നോട് കരുണയുള്ളത് കൊണ്ടാണ് അവൻ എനിക്ക് അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
എല്ലാ തെറ്റുകളിൽ നിന്നും മാപ്പ് അവൻ ആ തെറ്റുകളിൽ നിന്നും പിന്തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പാപമഗ്നമായ ഹൃദയങ്ങളെ അവരുടെ മുന്നിൽ തൗബ ചെയ്ത് ക്ലീൻ ചെയ്ത് ശുദ്ധമാക്കി അള്ളാഹുവിന് വഴിപ്പെടുത്ത് ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്, മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിന് വേണ്ടി അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്? ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾക്ക് ആയുസ്, ആരോഗ്യം, രോഗമില്ലായ്മ, നമ്മൾക്ക് ജീവിക്കാനുള്ള വസ്തുവകൾ നൽകുക, ആരുടെ മുന്നിലും നമ്മൾ കൈനീട്ടാൻ ഉള്ളൊരവസരം നൽകാതിരിക്കുക, രോഗമായി കിടക്കുന്ന എത്രയോ ആൾക്കാർ ആശുപത്രികളിൽ കയറി ഇറങ്ങുന്നു, അതൊന്നുമില്ല. ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ളൊരു അവസരം നമുക്ക് സൃഷ്ടാവായ റബ്ബ് നൽകിയിട്ടുണ്ടല്ലോ എന്നോർമ്മിച്ചുകൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങളിൽ അവന് നമ്മൾ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തണമെന്ന് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവന് നന്ദി ചെയ്യുന്ന അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തി തരട്ടെ. മാരകമായ രോഗങ്ങൾ തന്ന് അല്ലാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ. അപകടങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഇന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബർ ജീവിതവും അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്ത് കുടുംബസമേതം നമുക്കൊക്കെ ചെയ്യുവാനും നല്ല ദിവസത്തിൽ, നല്ല സമയത്തിൽ, നല്ല അവസരത്തിൽ, നല്ല സാഹചര്യത്തിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.